ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒട്ടുമിക്ക ആളുകളും ചെറിയ ഗാർഡൻ വേണമെന്നോ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി വേണമെന്നോ നട്ടുപിടിപ്പിക്കാമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ നമുക്കതിനുള്ള സമയമില്ലായ്ക, അതുപോലെ തന്നെ സ്ഥലപരിമിതി, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാതിരിക്കുക, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ വേണ്ടെന്ന് വെക്കുന്നവരാണ് ഒട്ടുമിക്ക എല്ലാ ആളുകളും. അങ്ങനെയുള്ളവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് Pot&Bloom'സിൻ്റെ ഒരു ഗാർഡനിങ് കിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ അത് ഫ്ലവറിങ് പ്ലാന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പച്ചക്കറി ആയിക്കോട്ടെ, ഇത് നട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഫുള്ളുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, അതിൻ്റെ ആയുഷ്കാല വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് അവർ നമുക്ക് തരുന്നത്. ഈ ഒരു കിറ്റിനകത്ത് എന്തൊക്കെ സാധനമാണ് വരുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഏത് കൊച്ചു കുട്ടികൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് Pot&Bloom's ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനൊക്കെ നല്ലൊരു ഐറ്റമാണ് ഇത്. അവരെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ നമുക്ക് നല്ലൊരു മാർഗം തന്നെയാണ് ഈ ഒരു കിറ്റ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് Pot&Bloom'സിൻ്റെ ഒരു ഓർഗാനിക് പോട്ട് മിക്സാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു പോട്ട് കിട്ടുന്നുണ്ട്. ആ പോട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ വളങ്ങളും ചേർത്തിട്ടുള്ള ഒരു പോട്ട് മിക്സാണ് ഇത്. ഇത് നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ വളങ്ങളും ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പൂക്കളുണ്ടാവാനും അതുപോലെ തന്നെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കിറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് Pot&Bloom'സിൻ്റെ തന്നെ നല്ലൊരു പോട്ടാണ്. നല്ല ഭംഗിയുള്ള വൈറ്റ് കളറുള്ള ഒരു പോട്ടാണ്. ഈ ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള അത്രയും അളവിലുള്ള പോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെയുള്ളത് ഇതിൻ്റെ കൂടെയുള്ളത് ഒരു പ്ലേറ്റ് ആണ്. ഇത് ഇന്നറായിട്ടും വെക്കാം, വെയിൽ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നല്ലതാണ്. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വീഴാതിരിക്കാനൊക്കെ അടിയിൽ വെക്കുന്ന നല്ല വെയിറ്റാണ് ഇതിൻ്റെ കൂടെയുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ 2 ബോട്ടിൽസും കൂടെയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വരച്ച ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഒന്ന് നാച്ചുറൽ പൊട്ടാഷ് സ്പ്രേയും അതുപോലെ തന്നെ നാച്ചുറൽ ന്യൂട്രീഷൻ സ്പ്രേയുമാണ്. ഇത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ചെടികളുടെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും അതുപോലെ തന്നെ ചെടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ സ്പ്രേ ഹെഡുണ്ട്, അത് സെപ്പറേറ്റ് കവറിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ളത് ഈ പ്ലാന്റ് എങ്ങനെ നടണം എന്നുള്ളതും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാറ്റലോഗ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സീഡ് കിട്ടുന്നുണ്ട്. ഈ കവറിനകത്ത് സീഡ് ഉണ്ട്, കുറച്ചേ ഉള്ളൂ കേട്ടോ സീഡ്, നല്ല സീഡാണ്. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രീഷൻ പൗഡറും കൂടെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഒരു കൊക്കോബീറ്റ് ഒരു കോയിനും കൂടെ തന്നിട്ടുണ്ട്. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സീഡ് മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്തൊരു കവറും കൊടുത്തിട്ടുണ്ട്. അത് ബോട്ടിൽസിലുള്ള സ്പ്രേ ഹെഡാണ് ഇതിനകത്തുള്ളത്. 2 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് ആ ബോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വിത്ത് മുളപ്പിക്കാനായിട്ട് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യമായിട്ടുള്ളത് ഈ പോട്ടിലേക്ക് ഒരു പോട്ട് മിക്സ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഈ പ്ലാന്റിന് ആവശ്യമുള്ള അത്രയും മാത്രമാണ് ഈ കിട്ടുന്നുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് സെൻട്രലായിട്ട് ഒരു ചെറിയൊരു കുഴി എടുത്ത് കൊടുക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോയിൻ തന്നിട്ടുണ്ടല്ലോ, ആ കൊക്കോപീറ്റിൻ്റെ കോയിൻ ഉണ്ടല്ലോ, ആ കോയിൻ ഇതിനകത്തേക്ക് സെൻട്രലിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിനുള്ളിലാണ് നമ്മൾ സീഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട, അത് കുതിരാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കൊക്കോപീറ്റ് നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വരും. ആ സമയത്ത് ഇതിനായിട്ട് നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ സീഡ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ കോയിൻ്റെ മുകളിലെ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സീഡ് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ദിവസത്തിൽ 1 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് ന്യൂട്രീഷൻ സ്പ്രേ അല്ല, സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഒത്തിരി ആയി പോകണ്ട. നല്ല നനവുണ്ട് ഈ ഒരു പോട്ട് മിക്സിന്. പിന്നെ 5-8 ദിവസത്തിനുള്ളിൽ മുളച്ച് വരും ഈ വിത്ത്. കുറച്ച് മുളച്ച് വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ന്യൂട്രീഷൻ സ്പ്രേ ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. അത് ആഴ്ച ഒരിക്കൽ മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ന്യൂട്രീഷൻ പൗഡർ 100 ml കലക്കിയിട്ട് പ്ലാന്റ് ചുവട്ടിലായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും. ഒരിക്കലും നമുക്കത് ഫ്ലോപ്പ് ആവില്ല. നമ്മൾ പച്ചക്കറികളോ അല്ലെങ്കിൽ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ചീഞ്ഞൊക്കെ പോവാറുണ്ട്, പുഴുകുത്തി പോവാറുണ്ട്. എന്നാൽ ഇതങ്ങനെ സംഭവിക്കില്ല. നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ റിസൾട്ട് അതിനകത്ത് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ചെടി നട്ട് ഒരു 25 ദിവസം കഴിയുമ്പോഴാണ് ഈ ന്യൂട്രീഷൻ സ്പ്രേ അടിച്ചു കൊടുക്കേണ്ടത്. അത് ആഴ്ചയിൽ 2 ദിവസമാണ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ.
ഇത് നാച്ചുറൽ പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മാരിഗോൾഡിൻ്റെ ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ഉണ്ടായി തിക്കായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് റഹീമാസ് വേൾഡ്.